ചാലക്കുടി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചാലക്കുടിക്ക് ട്രെയിനിലൊന്ന് പോയി. ഗുരുവായൂരിൽ നിന്ന് ഉച്ചയ്ക്കൊരു 1:30 ആകുമ്പോൾ ട്രെയിനുണ്ട്, എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ. അപ്പോൾ അതിലായിരുന്നു യാത്ര പോയത്. ഏതായാലും ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ പൊതുവേ ഗുരുവായൂരിൽ നിന്ന് കുറവാണ്. ഈ ഉള്ള ട്രെയിനെല്ലാം നല്ല തിരക്ക് തന്നെയാണ്. 1 മണിക്ക് മുമ്പ് എത്തിയാൽ നമുക്ക് സീറ്റ് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഒരു 12:45 എങ്കിലും എത്തിയാൽ അത്ര നല്ലത്. ഏതായാലും ഇതറിയാവുന്നത് കൊണ്ട് തന്നെ 12:45 സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് എടുത്തു. അപ്പോൾ തന്നെ സീറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഏകദേശം ഫില്ലായി കഴിഞ്ഞിരുന്നു. ഒരു 3 മണി അടുപ്പിച്ചാണ് ചാലക്കുടിയിൽ ട്രെയിൻ എത്തിയത്. തിരികെ ഞങ്ങളുടെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് ഒരു വൈകിട്ട് 5:30 കൂടിയിട്ടാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നത്. അപ്പോൾ അന്നേരത്താണ് ഈ പോയ ഒരു ട്രെയിൻ കണ്ടത്. അത് ട്രാക്കിൻ്റെ എന്തൊക്കെയോ വർക്കിനുള്ള, പാളത്തിൻ്റെ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നൊരു മെഷീനാണത്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനുകളൊക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ചാലക്കുടി സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകളും നിർത്താറില്ല. ലോക്കൽ ട്രെയിനുകൾ എല്ലാം നിർത്താറുണ്ട്. പിന്നെ അല്ലാത്ത മെയിൻ പാസഞ്ചർ ട്രെയിനുകളും ചില ട്രെയിനുകളൊക്കെ നിർത്താറുള്ളൂ. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 2264 आलपी से पालक्कड़ होकर चेन्नई सेंट्रल तक जाने वाली आलपी चेन्नई सेंट्रल सुपरफास्ट एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 2 पर आएगी. Your attention please. Train number ഇപ്പോൾ കേട്ട അനൗൺസ്മെൻറ്റ് ആലപ്പുഴ ചെന്നൈ ട്രെയിനിൻ്റെയാണ്. ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിലേക്ക് ലീവിന് വന്നിരുന്ന ട്രെയിനാണിത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് രാത്രി 9:05 ഈ ട്രെയിൻ എടുത്തിരുന്നത്. ഒരു 3-4 തവണ ഞാൻ നാട്ടിലേക്ക് വന്നത് ഈ ട്രെയിൻ തന്നെയായിരുന്നു. കമ്പനിയിൽ നിന്നൊരു 6 മണി കഴിഞ്ഞ് ഇറങ്ങുമെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരു 7-7:15 ആവും. പിന്നെ 7:45 തിരുവനന്തപുരം ട്രെയിൻ ഉണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന്. പക്ഷേ അതിലെനിക്ക് പോകാൻ കഴിയാറില്ല. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും. പിന്നെ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ സീറ്റ് കിട്ടില്ല. അതാണ് മെയിൻ കാരണം. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിരുന്നാൽ, ഈ 7:45 ട്രെയിനിന് ശേഷമുള്ളത് 9:05 ഈ ആലപ്പി ചെന്നൈ ട്രെയിനാണ്. അപ്പോൾ അതിലാണെങ്കിൽ ഒരു 7:45 ട്രെയിൻ അവിടെ വരണത് തന്നെ. അപ്പോൾ വന്ന ആ ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് സുഖമായിട്ട് ചെന്ന് സീറ്റ് പിടിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റും, തിരക്കും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പലതവണ വന്നിട്ടുള്ള ട്രെയിനാണ് ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് ചെയ്ത ആലപ്പി ചെന്നൈ ട്രെയിൻ. അന്നത്തെ ആ ലിവറി പോലും മാറിയിട്ടില്ല. സെയിം ലിവറി തന്നെയാണ് ഇപ്പോഴും ട്രെയിനുള്ളത്. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലൊരു ഡിസബിലിറ്റി ഏബിളിൻ്റെ ഒരു കോച്ചുണ്ട്. അപ്പോൾ അതിലായിരുന്നു യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. അത് അവിടെ നിന്ന് 9:05 എടുത്തിട്ട് തൃശ്ശൂർ ഒരു 7 മണി 7:30 ആ ടൈമിലാണ് തോന്നുന്നു തൃശ്ശൂർ വന്ന് ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ബസ് കയറുക വീട്ടിലേക്ക്. വന്ദേ ഭാരത് വരുന്നത് കണ്ടു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് വണ്ടി പോയി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 7:30 ഏകദേശമായിരുന്നു പോയിട്ട് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തു. 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുമ്പൊക്കെ ടിക്കറ്റ് കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേൽപ്പാലത്തിൽ കയറിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏതോ ട്രെയിൻ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്ലാറ്റ്ഫോമിലെത്തി. 2ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ അപ്പുറത്തെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അത്ര തിരക്കില്ല, ലേശം കുറവാണ്. പിന്നെ അവിടുത്തെ അത്ര ഒരു സൗകര്യങ്ങൾ വരുത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ ചാലക്കുടി സ്റ്റേഷനാണെങ്കിൽ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ആ പ്ലാറ്റ്ഫോമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പുറത്തെ 2ാം പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പണി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമൃത് ഭാരത് അങ്ങനെ എന്തോന്ന് തോന്നുന്നു ഇതിൻ്റെ പദ്ധതിയുടെ പേര്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ അങ്ങനെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പിന്നെ അധികം വൈകാതെ തൃശ്ശൂരും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രയെ
कृपया ध्यान दीजिए, गाड़ी नंबर 5, 6, 3, 1, 8 एर्नाकुलम गुरुवायूर पैसेंजर थोड़ी ही देर में प्लेटफॉर्म नंबर 2 पर आएगी। നമുക്കുള്ള ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ അടുത്ത നമ്പർ മാറിയതാണ്. കുറച്ച് നാൾ മുമ്പൊക്കെ ആണെങ്കിൽ വേറൊരു നമ്പറായിരുന്നു പറഞ്ഞത്, 064 അങ്ങനെ എന്തോ ഒരു നമ്പറായിരുന്നു മുമ്പ് ഈ ഗുരുവായൂർ എറണാകുളം ട്രെയിനിൻ്റെ നമ്പർ. ഇപ്പോൾ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്, ഗുരുവായൂർ ട്രെയിൻ. ഇപ്പോൾ ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ട് സമയം. ട്രെയിനിപ്പോൾ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാത്രി ട്രെയിനാണ് വന്നിരുന്നത്. അന്ന് ഒരു നായ കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. വെറുതെ വന്ന് പിറകെ വന്ന് കടിച്ചതാണ്. കടി കാര്യമായില്ല, ജസ്റ്റ് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ റെയിൽവേ സ്റ്റേഷനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നായ കടിച്ച സ്റ്റേഷൻ. അങ്ങനെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 പിന്നെ ട്രെയിനൊരു കുറച്ച് ലേറ്റാണ്, ഒരു 10 മിനിറ്റൊക്കെ ലേറ്റായിട്ടുണ്ട്. തിരിച്ച് വരുന്ന വഴി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലൊരു ചായക്കട ഉണ്ട്. ചായക്കട എന്ന് പറയാൻ പറ്റില്ല, ഒരു ബേക്കറിയാണ്. അവിടെ നിന്നൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് വെച്ചു. യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പഴയ ബാലകൃഷ്ണ ബസ് സ്റ്റാൻഡിൻ്റെ ഷെഡുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് പടിഞ്ഞാറേ നടയിൽ. അവിടെയാണ് ഈ ഷോപ്പ് ഉള്ളത്.